ചൈന ശരിക്കും ട്രംപിൻ്റെ ഭീഷണിക്ക് മുന്നിൽ വിരണ്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. പനാമ കനാലിലെ 43 തുറമുഖങ്ങളുടെ ഓപ്പറേഷൻ ചൈന വിട്ടുകൊടുത്തു. അവിടെ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. ശരിക്കും ചൈന വരണ്ടിരിക്കുകയാണോ ട്രംപിൻ്റെ ഭീഷണിക്ക് മുന്നിൽ? വരണ്ടോന്നല്ല, അത് അന്തപരമായൊരു രണ്ടടി പിന്നോട്ട് വെച്ചാൽ. കാരണം ഇപ്പോൾ ഒരു പ്രശ്നം വഷളാക്കി ട്രംപല്ല ഭ്രാന്തനാണ്. അതൊരു വലിയ രീതിയിലുള്ള ഉപരോധത്തിലേക്ക് യുദ്ധത്തിലേക്ക് പോയി ചൈന നെഗറ്റീവായി വരും. ചൈനക്കാരെ സംബന്ധിച്ചിടത്തോളം ചൈനയെ ഗ്ലോബൽ പവറാക്കുന്നതാണ്. അപ്പോൾ പണ്ടിങ്ങനെ ഗ്ലോബൽ പവറായി വരുമ്പോഴാണ് ആ രണ്ടാം ലോകമായത് വെറുതെ പോയി തലവെച്ചെടുത്ത് ജപ്പാൻ ഒന്നുമില്ലാതായിപ്പോയത്. ആ അനുഭവം അവരുടെ മുന്നിലുണ്ട്. പിന്നെ അവരുടെ ആയുധങ്ങളുടെ ശേഷിക്കുറപ്പ് അവർക്ക് നന്നായിട്ട് അറിയാം. അമേരിക്കനോട് പിടിച്ചേക്കാൻ ശേഷിയുള്ള ആയുധങ്ങളൊന്നും ലോകത്തൊരു രാജ്യത്തുമില്ല. വേണമെങ്കിൽ അമേരിക്കനെ നശിപ്പിക്കാം, അത്രേ ഉള്ളൂ. കൂടെ നിങ്ങളുണ്ടാവില്ല. അതെ, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് അവരൊക്കെ അത് ചൊറിയാൻ അവരെ നശിപ്പിക്കാം, പിന്നെ നിങ്ങളുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ചൈന തന്നപോലെ ട്രംപ് വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മാറും. അതിൻ്റെ പ്രശ്നം വെച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെയും ഇസ്ലാമിസ്റ്റുകളുടെയൊക്കെ ഒരു ബേസിക് പ്രശ്നം വെച്ചാൽ ഇസ്ലാമിസ്റ്റ് രാജ്യങ്ങളിൽ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ മതസ്വാതന്ത്ര്യം വേണം, മതപരിവർത്തനത്തിനുള്ള അവകാശം വേണം, ലിബറലിസം വേണം, സെക്കുലറിസം വേണം, എല്ലാം വേണം. ഇവരുടെ രാജ്യങ്ങൾ ഇതൊന്നും പാടില്ല. അതെ. അപ്പോൾ ഇത് സാധാരണ ഇതിൽ ലിബറലായിട്ടുള്ള ആളുകൾ, ഇപ്പം അഞ്ജല മെർക്കലിനെ പോലുള്ള ആളുകൾ, ബൈഡനെ പോലുള്ള ആളുകളൊക്കെ സമ്മതിച്ചു കൊടുക്കും. ട്രംപ് അങ്ങനെയല്ല. ട്രംപ് ഒരു ഡെമഗോഗാണ്. ഈ ഫേസ്ബുക്കിൽ ഇതൊക്കെ വരുന്ന പ്രത്യേകിച്ച് കാര്യങ്ങൾ ആയത്ത് പഠിക്കാതെ മതം, ജാതി ഇതൊക്കെ നോക്കി അതിനാൽ നയിക്കപ്പെടുന്ന ആളുകളുടെ റെപ്രസെൻറ്റേറ്റീവാണ്. അവരാണ് ഭൂരിപക്ഷവും. ഇപ്പം നമ്മളെ തന്നെ ഇതിൻ്റെ അടിയിലെ കമൻറ്റൊക്കെ നോക്കിയാൽ മതി ആളുകളെ. അപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഏതൊരു സിനിമ ഡിസ്കഷനിൽ 100 കോടി കിട്ടിയാൽ ഈ നിർമ്മാതാവിന് വേണ്ടി 24 കോടി ടാക്സ് എല്ലാം കൂടി പിടിച്ചിട്ട് സംവിധായകനിട്ട് 24 കോടിയായി. അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്താണ്. എന്തായാലും എടാ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം സംസാരിക്കാൻ. ഒരു 100 കോടി കിട്ടിയാൽ 30 കോടിയാണ് ടാക്സ്. ഞാനെന്താ പറഞ്ഞത്? സുരേഷ് കുമാർ പറഞ്ഞതാണ് 24 കോടിയൊക്കെയാണ് ഡയറക്ടറുടെ കയ്യിൽ, പിന്നെ ഇയാളുടെ നിർമ്മാതാവിന് കിട്ടുള്ളൂ. ടാക്സ് ഏതാണ് 30% പോകും. അതാണ് ഇതുപോലെ എന്താണ് പറഞ്ഞതെന്ന് പോലും അറിയില്ല. എന്താണ് പറഞ്ഞതെന്ന് പോലും കേൾക്കാതെ എന്താണ് പറഞ്ഞതെന്ന് പോലും അറിയാം. അതൊന്ന് കമൻറ്റ് ചെയ്ത് ഇങ്ങനെയുള്ള ആളുകളാണ് ഭൂരിപക്ഷം നമ്മുടെ സമൂഹത്തിൽ. കേട്ടെടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ റെപ്രസെൻറ്റേറ്റീവാണ് ഇങ്ങേര്. അപ്പം ഇങ്ങേര് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യുമ്പോൾ ചൈനയ്ക്ക് വലിയ തിരിച്ചറിയാണ്. ചൈന ഇപ്പോൾ തന്ത്രപരമായ 2 സ്റ്റെപ്പ് മുന്നോട്ട്. ചൈന ബുദ്ധിപരമായിട്ടുള്ള കളിയാണ്. ഇപ്പം ഇന്ത്യയായിട്ട് അവർ നോർമലൈസ് ചെയ്തല്ലോ. അതെ, അല്ല, നോർമലൈസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാരണം എന്തുകൊണ്ടാണ്? ട്രംപ് അമേരിക്കയിൽ വന്നാൽ ഇന്ത്യ അനുകൂല നിലപാട് വരും ഇന്റർനാഷണൽ വിഷയങ്ങളിൽ. ഇന്ത്യക്ക് പണിയൊക്കെ കിട്ടും, ഇപ്പോൾ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് ആളുകൾ അങ്ങോട്ട് കാട്ടി ഈ വരുന്ന ആളുകൾ മൊത്തം ഭീകരവാദികളാണ്. നിങ്ങളൊന്ന് പറയാം, ഇവിടെ ട്രംപിനെ കണ്ട് വലിയ ട്രംപ് ഭക്തർ കുറേ ഉണ്ടല്ലോ. നമ്മളെ കുറേ ആളുകളെ കൈയും കാലും ഇന്ത്യക്കാരൻ എവിടെ പോയിട്ടാണ് ഭീകരവാദം കാണിച്ചിട്ടുള്ളത്? ഒന്ന് പറ, ഇന്ത്യക്കാരൻ എവിടെ പോയിട്ട് ഭീകരവാദം കാണിച്ചിട്ടുള്ളത്? അപ്പോൾ കൈയും കാലും ഒക്കെ ഇട്ട് മൂത്ത് വയ്ക്കാൻ പോലും സംഭവിക്കാതെ കൊണ്ട് അതും കൈയടിക്കുന്ന ആളുകൾ ഇങ്ങനെ തന്നെ ചെയ്യണം. പിന്നെ ഇങ്ങനെ തന്നെ വെരി ഗുഡ്. ഇവന്റെ കുടുംബത്തിൽ ഒരുത്തരം കൊണ്ടുപോകുന്നു, രക്ഷപ്പെടാൻ വേണ്ടി ഏതാ പാവങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അവരെങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. മോഡിയോട് വന്നാൽ മോഡി വിമാനം അയച്ചെടുത്ത് കൊണ്ടുവരും. മോഡിയോട് പറഞ്ഞില്ലല്ലോ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോകാൻ ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയത്. മോഡി ചെയ്തില്ല, മോഡിയോട് പറഞ്ഞിട്ടില്ല. വന്നാൽ മോഡി വിമാനം അയച്ചു. അങ്ങനെ ഇന്ത്യക്കാരെ അറിയിക്കാനൊന്നും മോഡി സമ്മതിക്കില്ല. മോഡിയല്ല ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രി സമ്മതിക്കില്ല. മനസ്സിലായില്ലേ? പണി കിട്ടും. പണി ഇന്ത്യക്ക് കിട്ടാൻ പോകുന്ന താരിഫിന്റെ കാര്യത്തിൽ വരും. അതെ, പിന്നെ അങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ വരും. ഈ സബ് കോൺട്രാക്റ്റുകൾ ഇവിടെ കിട്ടുന്നതിന് വരും. അങ്ങനെയൊക്കെ ഇന്ത്യക്ക് പണി വരും. പക്ഷേ ഇന്റർനാഷണൽ വിഷയങ്ങളിൽ അമേരിക്കയ്ക്ക് അമേരിക്ക ഇന്ത്യയും പൊതു താല്പര്യമുള്ള വിഷയങ്ങളിൽ, അല്ല അമേരിക്കക്ക് തട്ടുകെടാത്ത വിഷയങ്ങളിൽ ട്രംപ് ഇന്ത്യക്ക് അനുകൂലമാണ്. ഇത് മനസ്സിലായി. ഇപ്പോൾ ഇന്ത്യ ഇന്റർനാഷണൽ രംഗത്ത് ട്രംപ് വന്നതോടുകൂടി കൂടുതൽ പവർഫുള്ളാണ്. ഇത് മനസ്സിലാക്കിയാണ് ചൈന ഇപ്പോൾ പരിചരിക്കുന്നത്. അത് വിചാരിക്കേണ്ട അവിടെ വസന്തകാലം വന്നു എന്നൊക്കെ. ഇത് തൽക്കാലത്തേക്കുള്ളതാണ്. ഇന്റർനാഷണൽ രംഗത്ത് നമുക്ക് വഷളായി കഴിഞ്ഞാൽ ചൈന തിരിച്ചു വരും. പിന്നെ ഇന്ത്യ വിട്ടുകൊടുക്കും. പിന്നെ ഇപ്പോഴത്തെ ഇവിടെ മോഡിയാണെന്ന് അറിയാം. അപ്പോൾ മോഡി ഈ പറയുന്ന പോലെ എന്ത് ചെയ്ത് കളയും? ആദ്യം വന്ന് കളിച്ചാൽ അങ്ങനെ യുദ്ധത്തിന് ചെയ്യാം, അങ്ങനെ മറ്റേ സാധനം ഉപയോഗിക്കും. അഗ്നി 5 ഏതാണ്ട് പീക്കിങ് കഴിഞ്ഞപ്പം വരെ പോകും, പൂട്ടിക്കാൻ ശേഷിയുള്ളത്. അത് മോഡി അതിന് മടിക്കില്ല എന്ന്, ചൈനയ്ക്കെതിരെ ആദ്യം അണവായുധം ഉപയോഗിക്കില്ല എന്ന് BJP എവിടെയും പറഞ്ഞിട്ടില്ല. പാകിസ്ഥാൻ്റെ കാര്യം വരുവാണ് ഇവർ പറയുന്നത് ഞങ്ങൾ ആദ്യം ഉപയോഗിക്കുന്നത്. പാകിസ്ഥാൻ അല്ലാതെ തന്നെ നേരിടാനുള്ള ശേഷി ഇന്ത്യക്കുണ്ട്. ചൈനയുടെ കാര്യത്തിൽ നമ്മൾക്ക് അക്കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. നമ്മളതിൽ ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള ആറ്റം ബോംബാണ് നമ്മൾ ഉപയോഗിക്കും. ഫസ്റ്റ് യൂസ് ചെയ്യില്ല, അത് രക്ഷയില്ലെങ്കിൽ ഉപയോഗിക്കേണ്ടി വരും. അപ്പം അത് ഇയാൾക്ക് അറിയാം. ആർക്ക്? ഷിക്ക് അറിയാം. അതുകൊണ്ടാണ് അവർ തൽക്കാലം പരിചയിക്കുന്നത്. അപ്പോൾ ഇത് തന്ത്രപരം ഇന്ത്യയിലാണെങ്കിലും
അമേരിക്കയുടെ വിഷയത്തിലാണ്, തന്ത്രപരമായിട്ടുള്ള വലിയതാണ്. പക്ഷേ ഈ പനാമയിൽ നിന്ന് പിന്മാറിയെങ്കിലും ചൈന കഴിഞ്ഞ ദിവസം വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ വ്യാപാര യുദ്ധം ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ തയ്യാറാണ്. അതൊക്കെ അത് സ്റ്റേറ്റ്മെന്റ് പിന്മാകുമ്പോൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതല്ല, അല്ലെ മൊബൈൽ പോവില്ലേ. അതിനിവിടെ യൂട്യൂബേഴ്സ് ചെയ്തതാ, ഒരു നയതന്ത്രത്തിലുള്ള അല്ലല്ല വിറ്റൊന്നല്ല. ഇവിടെ ഏതോ യൂട്യൂബ് ചാനലിന്റെ ഹെഡിങ് ആയിരുന്നു ചൈന യുദ്ധത്തിന്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണ് 3-ാം ലോക മഹായുദ്ധം വന്നു, എന്ത് യുദ്ധമാണെന്ന് പറയുന്നത്. ഈ പത്തക്കാർ എന്തിനാണ് ഈ കള്ളത്തരം കൊടുക്കുന്നത്? ഇങ്ങനെ മര്യാദയ്ക്ക് കൊടുത്താൽ പോരെ, ആളുകളെ പറ്റിക്കാൻ വേണ്ടി, ആളുകൾ കാണാൻ വേണ്ടിയിട്ട്. വെറുതെ അല്ല പത്തക്കാർ നാട്ടുകാർക്ക് ഒരു ബഹുമാനം ഇല്ലാത്തത്. ഞങ്ങൾ മുമ്പ് പത്തക്കാർ അങ്ങനെ ചെയ്യില്ലായിരുന്നു, അതുകൊണ്ട് നാട്ടുകാർക്ക് പത്തക്കാരെ ബഹുമാനമായിരുന്നു. ഇപ്പോൾ പത്തക്കാർ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഹെഡിങ് ഒക്കെ കൊടുത്ത് നാട്ടുകാരെ പറ്റിയ നാട്ടുകാർ പത്തക്കാരെ നമ്മളെ കണ്ട് കൂട്ടായിപ്പോന്നു. എല്ലാം വ്യാജന്മാരാണ്. എല്ലാം വ്യാജന്മാരെന്ന് ചെയ്യും. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു, ഞാൻ കുറച്ച് ദിവസം ന്യൂസ് കണ്ടില്ലേ, അങ്ങനെ നോക്കുമ്പോൾ അടിച്ചു നോക്കി സാമ്പത്തികമാണ് വ്യാപാരം. അതെല്ലാ കാലത്തും ഉണ്ടാവും. ഇന്ത്യ വരും. ഇന്ത്യ ഇഷ്ടംപോലെ അതിന് ഏറ്റവും കൂടുതൽ ചൈനയിലെ ട്രേഡ് ബാലൻസ് ഓഫ് ട്രേഡ് നോക്കിയാൽ ചൈനക്ക് അനുകൂലം ഇന്ത്യയായിട്ടുള്ള ട്രേഡ്. എന്താ പിന്നെ മോഡിക്കാൻ നിർത്തിക്കണം, എന്താ നിർത്താത്തത്? പല ക്വാളിറ്റി പ്രൊഡക്ട്സ് ഇന്ത്യക്ക് വേണ്ടത്. ഇപ്പം ബീജം പ്രോജക്റ്റ് അദാനിയുടെ പ്രോജക്റ്റ് അല്ലേ, പല സാധനം വന്ന് ചൈനയിൽ നിന്നല്ലേ. ഇത് നിങ്ങൾ ഈ ചൈന വിരോധം കൊണ്ട് യൂറോപ്പ് പോയി മേടിച്ചു ഇതിന് 5 ഇരട്ടി പൈസ ആവും അദാനിക്ക്. അതെ അതെ, മണി മാറ്റേഴ്സ്. അത് ചീപ്പായിട്ട്, കാശ് ഒരു വലിയ വിഷയമാണ്. ചീപ്പായിട്ട് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ചൈന നടക്കുന്നത്. നിങ്ങൾ ഈ മുമ്പ് വന്ന് താഴെ വേണം പൊട്ടിപ്പോന്ന 100 രൂപയുടെ ടോയ് ആണ്. അതൊന്നല്ല, അതേ ടോയ് തന്നെ 1000 രൂപ ചൈനയുടെ കയ്യിലുണ്ട്. അത് നിങ്ങൾ എടുത്ത് തന്നാലും പൊട്ടിയല്ല. ഇപ്പം ചൈനീസ് കഥകളെ പറ്റി നിങ്ങളെന്താ വിചാരിച്ചുകൊണ്ടിരുന്നത്? താലിപ്പൊളി ഒരു കാറ്റടിച്ച വണ്ടീൻ്റെ ജഗദീനെ മറ്റേ എന്താണ് അരമരം കിന്നാരത്തിലെ ജഗദീൻ്റെ കാത് പോലെ ഒരു കാറ്റടിച്ച ഡോ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു പോകുന്നതായി. അതെല്ലാം വിചാരിച്ചിരുന്നു. ഇപ്പം BYD വണ്ടി നോക്ക്, അല്ലെ MGയുടെ വണ്ടി നോക്ക്, എന്ത് പവർഫുൾ വണ്ടിയാണ്. ചൈന ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങി. അല്ല, ക്വാളിറ്റി മെയിൻറ്റെയിൻ അവർ പല ക്വാളിറ്റിയിൽ ഇറക്കിയിരുന്നു. അവരെ ചീപ്പ് ക്വാളിറ്റി, ആഫ്രിക്കൻ ക്വാളിറ്റി തൊട്ടിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഇറക്കുന്നത് ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ്. നോർവേ, സ്വീഡൻ, അവരുടെ ക്വാളിറ്റി വരെയുള്ള സാധനങ്ങളുണ്ട് അവർ. അത്രയും വെറൈറ്റി ഈ പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ ഇന്ത്യക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ ചൈനീസ് പ്രൊഡക്ട്സ് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് ടോയ്സ് തൊട്ടിട്ട് വീട്ടുപകരണങ്ങൾ വരെ. അതുകൊണ്ടാണ് ഈ മോഡി എന്ത് ചെയ്യുന്നത്. മോഡിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യത്തിൽ മൂപ്പര് എതിരല്ലല്ലോ. അല്ല BJP അന്നത്തേക്ക് ചൈനയായിട്ട് എല്ലാം ഇറക്കുമതി അങ്ങോട്ട് നിയന്ത്രണം കൊണ്ടുവന്നു. അത്ര എളുപ്പമല്ല. ആകപ്പാടെ ചെയ്തത് എന്താണ്, നമുക്ക് ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ട്. ടിക്ടോക്ക്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മാത്രമല്ല അവർ ഈ ഫോണിൽ ഹാക്ക് ചെയ്തിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അന്ന് ചൈനയിലെ ഈ ഇൻഡസ്ട്രീസ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് അവിടെയുള്ള ഇവരാണ്. എന്ത് മിലിറ്ററി കോംപ്ലക്സുകളാണ്, അതിലെല്ലാം അവർക്ക് ഷെയർ ഉണ്ട്, ഹുവായിലൊക്കെ തന്നെ. അപ്പം അങ്ങനെയുള്ള വാർത്താവിനിമയക്കാർ വന്നപ്പോൾ ചൈനീസ് സാധനങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറയുന്നുണ്ട്. അതല്ലാതെ ബാക്കി ഇപ്പോൾ ബീജം പോർട്ട് പ്രൊജക്റ്റിൽ ഒരു ക്രെയിനെ എന്ത് ഉപയോഗിച്ചാലും എന്താ, നോർവീജിയൻ സാധനത്തിൻ്റെ 10-1 വിലയുള്ളൂ ചൈനീസ് സാധനം. അതിനേക്കാൾ നല്ല പ്രൊഡക്റ്റ് കിട്ടും അവിടെ. ഇപ്പം മോഡി ഭയങ്കരമായിട്ട് ഈ ഫ്ലൈ ഓവർ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതിൻ്റെ പിന്നീട് എന്താ, മോഡി മുഖ്യമന്ത്രി ആയ സമയത്ത് ഒഫീഷ്യൽ പരിവേഷം ഒന്നും ഇല്ലാതെ ചൈനയിൽ പോയിട്ട് സന്ദർശനം നടത്തിയിരുന്നു. അറിഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് അന്ന് ഈ പറഞ്ഞ ഇതൊന്നും ഉപയോഗിക്കില്ല, പാഡൊന്നും. ഒരു നോട്ട്ബുക്കും കൊണ്ടുപോയി ഓരോന്ന് നോക്കി കുറിച്ചെടുത്ത് വന്നു. അപ്പോൾ ആളുകൾ ഈ ആഴ്ച എല്ലാവരും പോകുന്ന പോലെ പോയതാണ്. പിന്നെ വന്ന് നിങ്ങൾ ഇന്ന് കാണുന്ന അഹമ്മദാബാദ് ആയത് ഫ്ലൈ ഓവറും അതും ഇതും, അത് കഴിഞ്ഞിട്ട് അഹമ്മദാബാദ് ബോംബെ എക്സ്പ്രസ് ഹൈവേ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ അത് ചൈനയിൽ നിന്ന് അങ്ങനെ പഠിച്ചിട്ടുണ്ട്. മോഡിയെ സംബന്ധിച്ച് ഇന്ത്യക്ക് ഗുണം ചെയ്യുന്നതെല്ലാം ഉപരിയും ദോഷം ചെയ്യുന്നത് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ചൈന ഈ കാര്യത്തിൽ പിന്നോട്ടടിച്ചാന്ന് വിചാരിക്കണ്ട. അവർ പിന്നോട്ടടിക്കുന്ന പോലെ 2 സ്റ്റെപ്പ് അങ്ങനെ വെച്ച് ഭാവിച്ചിരിക്കുകയാണ്. അനുകൂല സാധ്യത തിരിച്ചു വരും. ഒരു അവസരം കിട്ടിയാൽ ട്രംപിനെയും കുരുക്കും. ട്രംപിനോട് കളിക്കുക, അയാൾ ഭ്രാന്തനാന്ന് പറയാം. അത് പൊളിറ്റിക്കലി ലീഡർഷിപ്പിനോട് ഇവർ കളിക്കില്ല. അത് ജനങ്ങളെ വികാരത്തിലാവും. അത് പിന്നെ പ്രശ്നമാണ്. പിന്നെ ഗവൺമെന്റുകൾക്ക് യുദ്ധത്തിന് പോകേണ്ടി വരും. അതുകൊണ്ടല്ലേ ഈ പൊളിറ്റിക്കലി ഇപ്പം മോഡിനെ പല ആളുകൾക്കും ഇഷ്ടമല്ല. എന്തുകൊണ്ടാണ് മോഡിക്ക് സേഫ്റ്റി പ്രോബ്ലംസ് ഇല്ലാത്തത്, സെക്യൂരിറ്റി ഇഷ്യൂസ് വലിയ രീതിയില്ലാതെ? അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി വിങ് സ്ട്രോങ് ആണ്, അതൊക്കെ ശരിയാണ്. മോഡിക്ക് എന്തും പറ്റിക്കഴിഞ്ഞാൽ നിന്ന് കത്തുമെന്ന് പറയും. അതെ, ലോകം മുഴുവനും അതിന്റെ പ്രതിഫലനം. അതുകൊണ്ടാണ് ചൈനയും അതനുസരിച്ചാണ്. ഇന്ദിരാഗാന്ധിക്ക് രാജീവ് ഗാന്ധിക്കൊന്നും പറ്റി രാജ്യം നിന്ന് കത്തുന്നില്ല. രാജ്യത്തിന് അത് വേറെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ഒരു വിവാദത്തിനെതിരെയൊക്കെ ഉണ്ടാവുന്നുള്ളൂ, മറ്റേ അതല്ല. അതാണ് ഇതിൻ്റെ കാര്യം. അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അറിയാം, അത് കൈവിട്ടു പോകും. അതാണ് എനിക്ക് കാര്യം. എന്തായാലും ട്രംപിനെയൊക്കെ തൊട്ട് കഴിഞ്ഞാണ്ടല്ലോ വിവരമായി. ട്രംപ് മാസ് ലീഡറാണ്. മാസ് ലീഡേഴ്സിനെ തൊട്ടാൽ വിവരമായി. നിങ്ങളിപ്പോൾ നെതന്യാഹു ഒന്നും മാസ് ലീഡറൊന്നല്ല. നെതന്യാഹുവിനാണ് നാട്ടുകാർ കണ്ടുപിടി. ഇയാൾ യുദ്ധം ജയിക്കുന്നതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നതല്ലാതെ വോട്ട് ചെയ്ത് ഇസ്രായേലിന്റെ ദേശീയ അതുകൊണ്ടാണ് അവിടെ ഇലക്ഷൻ രാഷ്ട്രീയമായിട്ടല്ല, അത്രേ ഉള്ളൂ. അതുപോലല്ല മോഡിന്റെയും ട്രംപിന്റെയും കാര്യം.
ജനപിന്തുണയാണ്. അത് ചൈനയ്ക്ക് നല്ല ബോധ്യമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.